ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ കാട്ടാൻ പോകുന്നത് ചീര കൂട്ടാനാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ചീര അരിഞ്ഞ് വെച്ചത് ചീര കൂട്ടാനാണ് വെക്കാൻ പോകുന്നത്. ചീര തോരനാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ചീര തോരൻ വെക്കാനാണ് ഞാൻ ഒരുങ്ങിക്കുന്നത്. ഇത് തണ്ട് കളഞ്ഞിട്ട് എല്ലാവർക്കും തണ്ടൊക്കെ കളഞ്ഞ് ഉപ്പേരി വെക്കാൻ അറിയില്ലേ. ഇതിങ്ങനെ അരിഞ്ഞിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കട്ടോ. ചീര നന്നായിട്ട് കുഞ്ഞ അരിഞ്ഞതിന് ശേഷം നല്ല പരിപ്പിട്ടിട്ടാണ് വേവിക്കാൻ കേട്ടോ. പരിപ്പിട്ടിട്ടാണ് തോരൻ വെക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എല്ലാ മക്കൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചീര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ വേണ്ടത് നന്നായിട്ട് ചീര കഴുകി വാർന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. 3 പ്രാവശ്യം കഴുകി ചീരേനിത് 3 പ്രാവശ്യം കഴുകി ചീരേന് നല്ല മണ്ണും പൊടിയൊക്കെ പോകാത്ത മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ ചീര അതാണ് പൊടിയും ഇതൊക്കെ ചാടിയൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് 3 പ്രാവശ്യം കഴുകണം. കഴുകിയതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതിക്ക് പരിപ്പാണ് ഇടേണ്ടത് കേട്ടോ. പരിപ്പിട്ടോ, ഞാൻ ചെറിയ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പിടുക. എന്നിട്ട് ഇത് പരിപ്പിട്ടതിന് ശേഷം നല്ലതായിട്ട് കഴുകണം. ഞാൻ കഴുകി വാരി വെച്ചതാണ്. ഈ ചീര ഇതിൽ കൂടെ ഇടണം. ചീര ഇതിൽ കൂടെ ഇടണം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കട്ടോ. നല്ല വെന്തതിൻ്റെ ശേഷം ലാസ്റ്റ് കുറച്ചൊക്കെ വെള്ളം ഊറ്റിയതിൻ്റെ ശേഷം തേങ്ങ അരച്ച് പാരുക. തേങ്ങ ചെറുതായിട്ട് ചതച്ചിട്ട് നമ്മൾ പാരണം കേട്ടോ. അപ്പം മുരിങ്ങത്തോരനാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് വെക്കാൻ പോവുകയാണ്. ചീര നന്നായിട്ട് കഴുകി വാരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടോ. കുക്കറിലിട്ട് അടിച്ചതിൻ്റെ ശേഷം അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് വേവാൻ വെക്കണം കേട്ടോ. നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ നമ്മൾ കുക്കർ കയറ്റി വെക്കുകയാണ് കേട്ടോ. കുക്കർ കയറ്റി വെച്ച് ഒരു 10 മിനിറ്റ് അതിന് വിസിലാവട്ടെ കേട്ടോ. കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കുറച്ച് നല്ല പെരുംജീരകമാണ്. 1/2 സ്പൂൺ പെരുംജീരകം ഇടുക. ഒരു അര സ്പൂണും നല്ല ജീരകവും ഇടുക കേട്ടോ. നല്ല ജീരകം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയതിൻ്റെ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കിയതിൻ്റെ ശേഷം നമ്മളിത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളിതാ നല്ല അടിച്ച് വെക്കുന്നുണ്ട്. ഇത് അടിച്ച് വെക്കുന്നുണ്ട്. 3 പച്ചമുളക് ഇടണം കേട്ടോ. ഞങ്ങൾക്ക് എരിവിനുമായിട്ട് 3 പച്ചമുളകാണ് ഇട്ടത്. എന്നാലും നമ്മളെ മക്കൾക്ക് അത്ര എരിവും പറ്റൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചില്ല ഇടാം കേട്ടോ. നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കുക്കർ വിസിലെടുക്കാൻ തോന്നുന്നുണ്ട്. 3-4 വിസിലായി. അതുകൊണ്ട് കേട്ടോ നമ്മളൊന്ന് കുക്കർ ഇനി ഇതിക്ക് വേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണത് കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ മറ്റെടുക്കുന്നുണ്ട്.
നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ഉണ്ടാക്കി വെച്ച മുരിങ്ങൻ്റെ ഇല മുരിങ്ങൻ്റെ ചീരൻ്റെ ഇല ഇടുക. ചീരൻ്റെ ഇല നന്നായിട്ട് ഇടുക. ഇട്ടതിൻ്റെ ശേഷം ചീരൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മളിതാ ഉണ്ടാക്കി വെച്ച ചതച്ച് വെച്ച ഇത് ഇക്കിടട്ടോ. എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഇതിക്ക് കേട്ടോ. നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടുക്കണം കേട്ടോ. നമ്മൾ ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തതിൻ്റെ ശേഷം നല്ല വരഞ്ഞെടുക്കുക. നല്ലത് വരഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ വറ്റി ഇതായിക്കണം കേട്ടോ. തോരൻ ഈ രൂപത്തിലായിക്കണം. അങ്ങനെ നമ്മളെ മുരിങ്ങത്തോരൻ റെഡിട്ടോ. എല്ലാവരും നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റേ ബെല്ലൈക്കൺ ബട്ടൺ അമർത്തണം. നടാളെ നമ്മളെ വീഡിയോസ് നമ്മൾ ഇടുന്നത് ഓരോ കുക്കിംഗ് ചെയ്യുന്നത് ഓരോ പാട്ടുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ബട്ടൺ അമർത്തട്ടോ. ഓക്കെ, എല്ലാവരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. ഹായ്, അസ്സലാമു അലൈക്കും.